ഹൗസ് ഓഫ് ദ ഡ്രാഗന്റെ സീസൺ 2 എപ്പിസോഡ് 3യുടെ പേര് ദ ബേണിംഗ് മിൽ എന്നാണ്. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ബേണിംഗ് മില്ലിൽ നടന്ന ബാറ്റലിന്റെ ഒരു തുടക്കം എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. അവിടെ ഉള്ളത് ബ്ലാക്ക് വുഡ്സ് എന്നും ബ്രാക്കൻസ് എന്ന പേരുള്ള 2 ടൈപ്പ് ആൾക്കാരാണ്. അവർ തമ്മിൽ കാലാകാലങ്ങളായിട്ട് അടിയാണ്. അതിൽ ഒരാൾക്കാർ റെനേറെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾക്കാർ ഏഗോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. അവർ 1, 2 പറഞ്ഞ് ഫുള്ളങ്ങടെ അടിയാവും. ആ 2 പേർക്കും എന്ന് പറഞ്ഞാല് ഈ ഡ്രാഗൺസ് ഒക്കെ വരുന്നതിന് മുന്നേ തൊട്ടുള്ളൊരു അടിയാണ് അവർ രണ്ടുപേരും. അപ്പോ അതിന് ഇവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി തീപ്പൊരി കത്താന്നുള്ള അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ടായിരിക്കും. ഒരുപാട് പേർക്ക് ഇതൊരു കാരണമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊല്ലാനുള്ള ഒരു ചാൻസും ഇതിൽ അതും കൂടിയാണ് അവർ പറയുന്നത്. ഈ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഈ അടി ഉണ്ടാക്കിയ ആളൊക്കെ നൈസായിട്ട് മരിച്ചു കിടക്കുന്നതായിട്ടാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഡ്രാഗൺ സ്റ്റോൺ ആണ്. ഡ്രാഗൺ സ്റ്റോണിൽ ട്വിൻസിന്റെ ഫ്യൂണറലാണ്, അരിക്കിന്റെയും എറിക്കിന്റെയും ഫ്യൂണറലാണ്. അതില് അവർ ഒരുമിച്ചാണ് ഫ്യൂണറൽ നടക്കുന്നത്. അതിൽ വെച്ചിട്ട് റെയ്നീസ് റെനേറേനോട് പറയും, സാധാരണഗതിയിൽ ഓട്ടോ ഇങ്ങനെ ഒരു മൂവ്, അതായത് ഇയാൾ ഇങ്ങോട്ടേക്ക് അയക്കാം എന്നുള്ളൊരു മൂവിന് ചാൻസ് വളരെ കുറവാണ്. ഓട്ടോന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവാൻ ലുക്സ് ലൈക്ക് ഓട്ടോനേക്കാളും അധികാരം അവിടെ യങ് ആയിട്ട് ഇമ്പൾസീവ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. റെയ്നീസ് അറിഞ്ഞിട്ടില്ല ഓട്ടോനെ ഏഗോൺ പറഞ്ഞു വിട്ടതൊന്നും. പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് വരെ അത് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ വെസേറിസിന് പകരം റെയ്നീസിനെ എങ്ങാനും അന്ന് ജഹേറിസ് എയറായിട്ട് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ വെരി ഡിഫറെന്റ്. ഇപ്പൊ റെയ്നീസും കോർലിസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയാലും ഇൻ ജനറൽ റെയ്നീസിന്റെ ഡിസിഷൻ മേക്കിങ്സ് ആയാലും ഒക്കെ ടോളറബിൾ ആണ്. ആൾക്ക് കുറച്ചും കൂടി ഇന്റലിജന്റ് ആയ ഡിസിഷൻസ് ആണ് ആളെ എല്ലാ കാര്യത്തിലും എടുക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഷീസ് എ വുമൺ, സോ നോ. റെയ്നീസ് റെനേറേനോട് സജസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആലിസന്റെ അടുത്തൊന്ന് റീച്ച് ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ 2 പേരും കൂടി തുടങ്ങി വെച്ച വാറാണിത്. ബേസിക്കലി നിങ്ങൾ 2 പേരും വിചാരിച്ച വേണമെങ്കിൽ നിർത്താൻ പറ്റും എന്നുള്ള പോലെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഡ്രാഗൺസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വാർ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു കുലത്തിന്റെ നാശത്തിലേക്കുള്ള വാറായിരിക്കാം. അതൊരു ചെറിയ രീതിയിലുള്ള വാറല്ല. പിന്നെ ബന്ധുക്കൾ പരസ്പരം തല്ലിക്കൊല്ലുന്ന വാർ എന്നുള്ളത് ഗോഡ്സിനെ ഏറ്റവും മോശമായിട്ട് കണക്കാക്കുന്ന വാർ എന്നാണ് പറയുന്നത്. അപ്പൊ റെനീസ് വരും, നീ ഒന്ന് ട്രൈ ചെയ്തു. റെനേറ വരെ, എനിക്ക് ആലിസന്റെ അടുത്തുനിന്ന് ഒരു റേവൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് ടു ഹെർ, ഞാനത് ഓപ്പൺ പോലും ചെയ്തിട്ടില്ല എന്നുള്ള പോലെ പറയും. കിങ്സ് ലാൻഡിങ്ങിലാണെങ്കിൽ അരക്കിനെ അയച്ചതിന് ഓവറോൾ സർ ക്രിസ്റ്റൻ പുതിയ ഹാൻഡൊക്കെ ആണല്ലോ. ഓവറോൾ എല്ലാവർക്കും വലിയ താല്പര്യമൊന്നുമില്ല. ആ ഒരു ഡിസിഷൻ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു പോലെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പിന്നെ ഏഗോൺ പറയും, കണ്ടോ ബേണിംഗ് മില്ലിൽ ബാറ്റിൽ നടന്നു, വാർ തുടങ്ങി എന്നുള്ള പോലെ. അപ്പൊ എല്ലാവരും പറയും അവർ വർഷങ്ങളായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെയാണ്, അത് നമുക്കൊരു വാറായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല എന്നുള്ള പോലെ ബാക്കിയുള്ളവരത് ഡിസ്മിസ് ചെയ്യാണ് ചെയ്യുന്നത്. ക്രിസ്റ്റൻ കോൾ സജസ്റ്റ് ചെയ്യും, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ചെറിയൊരു ട്രൂപ്പ് ടു മേക്ക് ഷുവർ ദാറ്റ് എന്നെ ആരും കാണുന്നില്ല അല്ലെങ്കിൽ വലിയ അറ്റൻഷൻ ഗ്യാദർ ചെയ്യാത്ത ചെറിയൊരു ട്രൂപ്പിനെയും കൊണ്ടിട്ട് ഞാൻ റിവർ ലാൻഡ്സിൽ പോയിട്ട് ഹാരൻ ഹോൾ ക്യാപ്ചർ ചെയ്യാം. അപ്പൊ നമുക്ക് റിവർ ലാൻഡ്സിൽ നല്ലൊരു പൊസിഷൻ കിട്ടും എന്നുള്ളത്. അപ്പൊ എല്ലാവരും ആലിസന്റെ പറയും അത് ശരിയാവില്ല, പോണ്ട. പക്ഷെ ആലിസന്റെ ആർക്കും വലിയ മൈൻഡൊന്നും ഇല്ല അവിടെ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. എനിക്ക് തോന്നുന്നു ഓട്ടോ ഉണ്ടായിരുന്നപ്പോൾ ആലിസന്റിന് ഇതിലും വാല്യൂ ഉണ്ടായിരുന്നു. ആലിസന്റെ ഒപ്പീനിയൻസ് എല്ലാവരും ഒന്നും കൂടി കേൾക്കാൻ തയ്യാറായിരുന്നു എന്ന് തോന്നുന്നു. ഏഗോൺ സജസ്റ്റ് ചെയ്യും, ഏഗോണിന്റെ ഡ്രാഗനായ സൺഫയറിനെയും കൊണ്ടിട്ട് ക്രിസ്റ്റൻ കോളിന്റെ കൂടെ ഏഗോണും പോവാം, അപ്പൊ എല്ലാവരും പേടിപ്പിക്കാന്ന്. പക്ഷെ ആർക്കും ഏഗോണിനെ വിടാൻ വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാല് ഏഗോൺ കുറച്ച് ഇമ്പൾസീവായ കുറച്ച് മണ്ടത്തരങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എല്ലാവരും കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഡേമണിയും ക്രാക്സിസിനൊക്കെ നേരിടേണ്ടി വന്നാൽ ഏഗോണിന് പിടിച്ചു നിൽക്കാനുള്ളതില്ല എന്ന് എല്ലാവർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള പോലെയാണ് നമ്മൾക്ക് അവരുടെ ഒരു സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവുക. അപ്പോൾ അവരൊക്കെ പറയും, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ കിങ് ആണ്, നിങ്ങളെ എവിടെയും വിടാൻ പറ്റില്ല, നിങ്ങൾ വിട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയ. സംഭവം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇവർക്ക് കുറച്ച് ഡ്രാഗണേ ഉള്ളൂ, ഈ ഒരു ഡ്രാഗണേയും കൂടി ലൂസ് ചെയ്യാനും അവർക്ക് താല്പര്യമില്ല. പക്ഷേ ഒരു സൺഫയറിനെ കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് അടുത്ത ഫ്യൂ എപ്പിസോഡ്സിൽ എന്തായാലും സൺഫയർ വരുമായിരിക്കും. കാരണം സൺഫയർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ വെരി ഗുഡ് ലുക്കിംഗ് ഡ്രാഗൺ. ഗോൾഡൻ സ്കെയിൽസ് ഒക്കെ ഉള്ളൊരു ഡ്രാഗൺ ആയിട്ടാണ് സൺഫയറിനെ പറയുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡ്രാഗൺ ആയതുകൊണ്ട് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. ഡ്രാഗൺ സ്റ്റോണിലാണെങ്കിൽ മെസാരിയനെ റെനേറ റിവാർഡ് ചെയ്യും. കാരണം മെസാരിയ അരക്ക് വന്നത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് റെനേറ ഇപ്പൊ ജീവനോട് ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് വേണമെങ്കിൽ കൊല്ലാൻ പറ്റിയേനെ. അപ്പോൾ മെസാരിയക്ക് എന്നിട്ട് ഫ്രീഡം അല്ല മെസാരിയക്ക് വേണ്ടത്, മെസാരിയക്ക് റെസ്പെക്ട്, ബഹുമാനമാണ് വേണ്ടത്. റെനേറ മെസാരിയക്ക് ഓഫർ ചെയ്യുന്ന പൊസിഷൻ മിസ്ട്രസ് ഓഫ് വിസ്പറേഴ്സ് എന്നുള്ള പൊസിഷൻ ആൾക്ക് കൊടുക്കും. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും കളക്ട് ചെയ്യാനും. മെസാരിയക്ക് ഇഷ്ടംപോലെ ഒരു സ്പൈ നെറ്റ്വർക്ക് പണ്ടേ ഉണ്ടല്ലോ. റെനേറ തിങ്സ് ഇൻഫർമേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കളക്ട് ചെയ്യാൻ മെസാരിയ കറക്റ്റ് ഒരു ടൂൾ ആയിരിക്കും തന്നെയാണ്. ആ ഒരു ഡിസിഷൻ നല്ല ഡിസിഷൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സീ സ്മോക്കിനെ ഇങ്ങനെ കാണാം.
സ്കൈയിൽ ബുദ്ധിമുട്ടി മെസാരി ചോദിക്കും ഇത് ആരുടെ ഡ്രാഗൺ എന്താ? അപ്പോൾ എൻ്റെ ലേറ്റ് ഹസ്ബൻഡിൻ്റെ ഡ്രാഗണാണ്. ലേറ്റ് ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ മെസാരി ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. മേ ബി ഷീ നോസ് ലെനോർ മരിച്ചിട്ടില്ല എന്നുള്ളത് മെസാരിക്ക് ചിലപ്പോൾ അറിയണ്ടാവുമായിരിക്കും. സീസ്മോക്ക് വളരെ അജിറ്റേറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ മെസാരി പറയും മേ ബി അവർ ലോൺലി ആയിരിക്കാം. ലെനോറിന് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് മരിക്കാമല്ലോ. അങ്ങനെ മരിച്ചോ? ഇനി സീസ്മോക്കിന് പുതിയൊരു ഡ്രാഗൺ ലെനോർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഡ്രാഗൺ റൈഡറിന് അക്സെപ്റ്റൻസ് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡ്സിൽ കാണാം. റെനേറ അതിനുശേഷം ഡേമന്റെ മകളായ റേനെ, ബേലിയും റേനയും ആണ് ഡേമന്റെ 2 മക്കള് ഇല്യാനയിലുള്ള. റേനെ എന്ത് ചെയ്യും? നീ ആദ്യം ജോഫ്രീനെ വേലിലേക്ക് അക്കമ്പനി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നീ വെസേരസിനെയും, ഇനി ഒരു ഏഗോണും കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇപ്പോഴും പറയണു, ഈ ഏഗോൺ എന്നുള്ള പേര് സീനാണ്. ഏഗോൺ ദ 3rd വെസേരസ് ദ 2nd ആണ് ഡേമന്റെയും റെനേറയുടെയും 2 മക്കളും. അവരെയും കൂട്ടിയിട്ട് നീ പെൻറ്റോസിലേക്ക് പോകണം. അവരിപ്പോൾ അമ്മയായിട്ട് നോക്കാനൊന്നും പറ്റില്ല. നീ അവർക്കൊരാ റേന ഇങ്ങനെ വാട്ട് മാൻ സീരിയസ്ലി എനിക്കൊരു ഡ്രാഗൺ ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ എന്നെ പറഞ്ഞയക്കുന്നത്? ഞാൻ എൻ്റെ അമ്മ മരിച്ച സ്ഥലമാണ് പെൻറ്റോസ്. ബേലിലേക്ക് ജെഫ്രീനെ അയക്കുന്നത് ഓക്കെ, കാരണം ജെയിനേറിന് അവിടെ ഒരു ജേസ് ഒരു ഡ്രാഗണിനെ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ജെഫ്രിയുടെ ഡ്രാഗണൊക്കെ കുഞ്ഞു ഡ്രാഗണാണ്, പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് എ ഡ്രാഗൺ. റേന ഈ ഒരു ഡിസിഷനിൽ ഒട്ടും ഹാപ്പി അല്ലാന്ന് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഡേമനെയാണ്. ഡേമൻ ഹാരൻ ഹാളിൽ എത്തിക്കഴിഞ്ഞു ഒരു മഴയുള്ള ഇടിമിന്നുന്ന രാത്രിയിൽ. ഡേമൻ ഹാരൻ ഹാളിൽ എത്തുന്നത്, ഹാരൻ ഹാള് ഭയങ്കരമായിട്ട് അവിടെ ഒരു ബാറ്റ് നടക്കും, ഇത് പിടിച്ചെടുക്കാൻ കഷ്ടപ്പെടേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അതായത് ക്രിസ്റ്റൻ കോളിനുണ്ടായ അതേ ഐഡിയ ആണ് ഡേമണിനും ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഡേമൻ ഉണ്ടായിരുന്ന അതേ ഐഡിയ ആണ് ക്രിസ്റ്റൻ കോളിനും ഉണ്ടായിരുന്നത്. ഹാരൻ ഹാള് പിടിച്ചെടുക്കാം. ഹാരൻ ഹാള് പിടിച്ചെടുക്കി കഴിഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്, അത് നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുന്നതാണ് ചിന്തിച്ചത്. ഡേമൺ അവിടെ ചെല്ലുമ്പം ഇരുട്ടാണ്, ആരും കാണാനൊന്നുമില്ല, നോബഡി കെയർസ്. അവിടെ ഉള്ളത് സൈമൺ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പുള്ളി ഡേമൺ വാതിലൊക്കെ നിന്നിട്ട് ഞാൻ ഹാരൻ ഹോൾ പിടിച്ചടക്കി. പുള്ളി പറയും ഓക്കെ വാ നമുക്ക് ഡിന്നറൊക്കെ കഴിക്കാം. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് കോമിക്കലായ ഒരു സീനാണ്. അതിൽ ഈ ഹാരൻ ഹാൾ എന്നുള്ള കാസലിന് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ഏഗോൺ ദ കോൺകറർ ബലേറിയൻ ദ ബ്ലാക്കിനെ വെച്ച് കരിച്ചൊരു കാസിലാണ് ഹാരൻ ഹാൾ. ഡ്രാഗൺ ഫയറിൽ കരിഞ്ഞുപോയ കാസിൽ. അതുകൊണ്ട് തന്നെ ഹാരൻ ഹാള് ഹോണ്ടഡ് ആണെന്നുള്ള പലവിധ ന്യൂസുകളുണ്ട്. ഹാരൻ ഹാൾ ഹോണ്ടഡ് ആണെന്നുള്ള പലവിധ ന്യൂസുകൾക്കും പിന്നീട് ഈ എപ്പിസോഡിൽ നമ്മൾ പലതും കാണിക്കുന്നുണ്ട്. ഹാരൻ ഹാൾ എന്നുള്ള കാസിൽ എപ്പോഴും നനഞ്ഞ് കുതിർന്ന്, അതായത് അതിനി നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിന്റെ മേലെ നശിച്ചും പോയി, എന്നാൽ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ മാത്രം നശിച്ചിട്ടും ഇല്ലാത്തൊരു കാസിലാണ്. അതിലിപ്പോഴും സർ ഹാർവിൻ സ്ട്രോങ്, ലാരിസ് സ്ട്രോങ്, ലാരിസ് സ്ട്രോങ് ആണ് ഇപ്പൊ അവിടുത്തെ ലോഡ്, പക്ഷെ ഇപ്പൊ അയാൾ അവിടെ ഇല്ല. സൈമൺ സ്ട്രോങ്ങിന്റെ സംസാരത്തിൽ, ഡേമനോടുള്ള സംസാരത്തിൽ നിന്നും വളരെ വ്യക്തമാണ് ലാരിസിന് ആർക്കും അവിടെ ഇഷ്ടമല്ല. ലാരിസിന് ജനറലി ആർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ഡേമന്റെ അടുത്ത് സൈമൺ ഇത് പറയുന്നുണ്ട്, ഈ നനഞ്ഞ സ്ഥലത്താണ് ലാരിസിന്റെ അച്ഛനും ബ്രദറും കത്തി മരിച്ചത്. സീരിയസ്ലി അവരുടെയൊക്കെ ഗോസ്റ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഇംപ്ലിക്കേഷൻ കൂടിയാണ് അവിടെ പറയുന്നത്. അപ്പൊ ഡേമൻ ജോക്കിംഗ്ലി പറയുന്നുണ്ട്, എനിക്കിനി നിങ്ങൾ വിഷം പിടിച്ച പീസൊക്കെ തന്നിട്ട് എന്നെ കൊല്ലാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെ ഈ ഡിന്നറിൽ നമ്മൾ കാണുന്നത് ആലിസ് റിവേഴ്സിനെയാണ്. ആലിസ് റിവേഴ്സ് വിച്ച് ഓഫ് ഹാരൻ ഹാൾ എന്നാണ് അറിയപ്പെടുന്നത്. ആലിസിന് മാജിക്കൽ പവേഴ്സ് കൊണ്ടാണോ അതോ ആലിസിന് നന്ന പോലെ മെഡിസിൻസ് ഉപയോഗിക്കാൻ എന്താണെന്ന് നമുക്കറിയില്ല. ആലിസ് റിവേഴ്സ് പിന്നീട് ഗെയിം ഓഫ് ത്രോൺ യൂണിവേഴ്സിൽ വരുന്നുണ്ട് എന്നുള്ളൊരു തിയറി ഉണ്ട്. അതായത് മെലിസാൻഡ്രെ എന്നുള്ള വ്യക്തി മെസാരിയ ആണെന്നും അല്ലെങ്കിൽ ആലിസ് റിവേഴ്സ് ആണെന്നും 2 തിയറികൾ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ കൺവിൻസിംഗ് ആയ തിയറി അതിൽ ആലിസ് റിവേഴ്സ് തന്നെയാണ് മെലിസാൻഡെ എന്നുള്ളതാണ്. മെലിസാൻഡന്റെ ഒരു ഏജ് വെച്ച് പുള്ളിക്കാരത്തി ഈ ഒരു സമയത്തും ജീവനോടെ തന്നെ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് വളരെ സ്ട്രോങ് ആയ ഒരു തിയറിയാണ്. ഇപ്പൊ ആലിസ് റിവേഴ്സ് അവിടെയുണ്ട്. പുള്ളിക്കാരിയും കുറച്ചൊരു ഷേഡി ക്യാരക്ടറാണ് മൊത്തത്തിൽ. കിങ്സ് ലാൻഡിങ്ങിൽ സർ ക്രിസ്റ്റനും ട്രൂപ്പും ഹാരൻ ഹാൾ കീഴടക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് സർ ക്രിസ്റ്റന് ഒരു നോട്ട് കിട്ടുന്നുണ്ട്. മേ ബി ഡേമൻ ഹാരൻ ഹാൾ ഓൾറെഡി കീഴടക്കി കഴിഞ്ഞു എന്നുള്ളതാണോ, ഇനി ഡേമൻ അവിടെ പോയി ഫൈറ്റ് ചെയ്യാനാണോ പ്ലാൻ എന്ന് ആർക്കറിയാം. എന്തായാലും അയാൾ ഇറങ്ങി പോകുന്നത് കാണാം. അപ്പൊ തന്നെ ആലിസന്റെ സ്വന്തം ബ്രദറിനെ സർ ക്രിസ്റ്റന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. ആലിസന്റെ ബ്രദറായ ഗ്വെയിൻ ഹൈറ്റവറിന് ക്രിസ്റ്റനെ അത്ര പിടിച്ചിട്ടൊന്നുമില്ല. ഒരു റിച്ച് ബ്രാറ്റ്, കാശുള്ള വീട്ടിലെ പണക്കാരനായ തൊട്ടിപ്പയ്യനെ പോലെയാണ് ഗ്വെയിൻ ഹൈറ്റവറിന്റെ മൊത്തത്തിലുള്ളൊരു ബിഹേവിയർ. ആലിസനും ക്രിസ്റ്റനും അധികം ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും മേ ബി അവർക്ക് ഈ ഇഷ്യൂസ് ഒക്കെ നടന്നപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ പോലെയാണ് അവരുടെ മുഖം കാണുമ്പോൾ. എന്തായാലും ഗ്വെയിൻ ഹൈറ്റവറും സർ ക്രിസ്റ്റൻ കുറെ ഒഴിവാക്കാൻ നോക്കും, എന്നാലും അയാളും ഇവരുടെ കൂടെ പോവുക തന്നെയാണ്. ഡ്രാഗൺ സ്റ്റോണിലെ റെനേറയുടെ കൗൺസിൽ കുറച്ച് വറീഡാണ്. കാരണം ഡേമനെ എവിടെയും കാണാനില്ല. ഡേമന്റെ വെയർഅബൌട്ട്സിനെ പറ്റിയൊന്നും ഇവർക്കൊന്നും അറിയില്ല. അപ്പൊ അവർ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഡേമൺ എന്നുള്ള വാറിയറും ക്രാക്സിസ് എന്നുള്ള ഡ്രാഗണും അവർക്ക് ഈ വാറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട്
അവർ വിചാരിക്കുകയാണ് എന്തിപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ. പിന്നെ അവർ വേറൊരു പ്ലാനും കൂടി, ഡ്രാഗൺ സീഡ്സിനെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്ലാനും കൂടി അവർ ഹാച്ച് ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ സീഡ്സ് എന്താണെന്ന് വെച്ചാൽ കുറച്ചെങ്കിലും ടാർഗേറിയനോ അല്ലെങ്കിൽ വെലേറിയനോ ബ്ലഡ് ഉള്ള ആളുകൾ, അതായത് ഡ്രാഗൺ മാജിക് ഉള്ള ബ്ലഡ് ഉള്ള ആൾക്കാർ, ടാർഗേറിയൻ ഓർ വെലേറിയൻ ബാസ്റ്റേർഡ്സ് ആവാം, അങ്ങനത്തെ കുട്ടികളെ കണ്ടുപിടിച്ചിട്ട്, കാരണം ഡ്രാഗൺ സ്റ്റോണിൽ ഇവർക്കൊക്കെ ഉള്ള ഡ്രാഗൺസ് കൂടാണ്ട് വേറെയും ഡ്രാഗൺസ് ഉണ്ട്. വെർമിത്തോർ അവിടെ ഉണ്ട്, കാനിബൽ അവിടെ ഉണ്ട്, സീ സ്മോക്കിന് റൈഡർ ഇല്ല, ഷീപ്പ് സ്റ്റീലർ എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാഗൺ ഉണ്ട്, സിൽവർ വിങ് ഉണ്ട്, പിന്നെ ഗ്രേ ഗോസ്റ്റും ഉണ്ട്. അപ്പൊ ഇത്രയും ഡ്രാഗൺസ് അവിടെ ഉണ്ട്. ഈ ഡ്രാഗൺസിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ കാനിബളിനെയും ഷീപ്പ് സ്റ്റീലറിനെയൊക്കെ ചിലപ്പോൾ ഇതിൽ കാണിക്കുമായിരിക്കും. കാനിബിളൊക്കെ ഒരു റോഗ് ഡ്രാഗൺ ആണ്, അതിന് റൈഡർ ഒന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ചില ഡ്രാഗൺസിനെങ്കിലും ഈ ഡ്രാഗൺ സീഡ്സിനെ അവർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഡ്രാഗൺസിനെയും ബാറ്റിൽ ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ്സ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ്. ബേല പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, മൂൺ ഡാൻസറിൽ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർ ക്രിസ്റ്റന്റെ ട്രൂപ്പിനെ കാണും. സർ ക്രിസ്റ്റന്റെ ബേലയ്ക്കും ആക്ഷൻ എടുക്കാൻ വലിയ താല്പര്യമില്ല എന്നുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ ബേലയ്ക്ക് ആ കാട് മൊത്തം കരിക്കാറ്. എനിവേ, അവരൊരു ഓപ്പൺ ഏരിയയിലാണ് നിൽക്കുന്നത്. അവർ ഓടി കാട്ടിൻ്റെ ഉള്ളിൽ കയറും. ബേല ഒന്നും റെക്കാരസ് ഒന്നും ചെയ്യാണ്ട് പതുക്കെ പോയിട്ട് തിരിച്ച് റിപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ക്രിസ്റ്റൻ കോൾ, ആലിസൺ ഹൈറ്ററിന്റെ അനിയൻ ഗ്വെയിൻ ഹൈറ്റവറിന് അതോടെ ക്രിസ്റ്റൻ കോളിന്റെ അടുത്ത് കുറച്ചൊരു ബഹുമാനമൊക്കെ തോന്നും കേട്ടോ. കാരണം ആളിവിടെ നമുക്ക് തമ്പിടിക്കാം, നമുക്ക് പിക്നിക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ക്രിസ്റ്റൻ കോളാണ് പറഞ്ഞത് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾ ആദ്യമായിട്ടാണ് ഒരു ഡ്രാഗണിനെ ഇത്രയും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ കാണുന്നത്. അതുകൊണ്ടുള്ളൊരു പേടിയായിരിക്കാം. പിന്നെ റെനേറ വേലിലേക്കും പെൻറ്റോസിലേക്കും അയക്കുന്ന സീനാണ്. അപ്പോൾ റെയ്ന ഭയങ്കര അൺഹാപ്പിയാണ്. റെയ്ന ബേലേനോടും പറയുന്നത് ഇത് പണിയാണ് കാണിക്കുന്നത്, എനിക്ക് ഡ്രാഗൺ ഇല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ബേല പറയും മേ ബി ഇത് കണ്ടാൽ നിനക്ക് കുറച്ച് സന്തോഷമാകുമായിരിക്കും. അങ്ങനെ അവർ തുറന്നു നോക്കുമ്പോൾ അതിലെന്താ ഉള്ളത്? അതിൽ 4 ഡ്രാഗന്റെ മുട്ടകളാണുള്ളത്. റെനേറ പെൻറ്റോസിലേക്ക് അയക്കുന്നതിന്റെ മുന്നേ 4 ഡ്രാഗന്റെ മുട്ടകളുമായിട്ടാണ് അയക്കുന്നത്. 1 റേനയ്ക്ക് വേണ്ടിയിട്ടും ബാക്കി 3 സേഫ് കീപ്പിങ്ങിന് വേണ്ടിയിട്ടും. ഈ മുട്ടകൾ എനിക്ക് തോന്നുന്നു റെനേറയുടെ ഡ്രാഗന്റെ മുട്ടകളായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് നമുക്ക് ഷോറണ്ണേഴ്സ് ഐ തിങ്ക് ഓൾമോസ്റ്റ് കൺഫേം ചെയ്ത കാര്യമാണ് ഈ മുട്ടകൾ തന്നെയാണ് നമ്മുടെ ഡാനിയുടെ ഡ്രോഗോണും വെസേറിസും ആ ഒരു 3 ഡ്രാഗൺസിന്റെ മുട്ടകളായിട്ട് പിന്നീട് ഡാനിയുടെ കയ്യിൽ കിട്ടുന്നത്. ബുക്കിൽ ആക്ച്വലി ഡെനേറിസിന്റെ ഡ്രാഗൺസ് ഡ്രീം ഫയറിന്റെ കുട്ടികളാണ്. കാണാനും ഡ്രീം ഫയറിനെ പോലെ തന്നെയാണ് കുറച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ അവർ ചെറിയൊരു ഇത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കളേഴ്സും ആക്ച്വലി മാച്ചിങ് ഒന്നുമല്ല. ബട്ട് വാട്ട് എവർ, ഇത് ഡെനേറിസിന്റെ എക്സ് തന്നെ ആയിരിക്കാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. കിങ്സ് ലാൻഡിങ്ങിലാണെങ്കിൽ ഹെലേന ആലിസണ്ടനോട് പറയും ഞാൻ കണ്ട കാഴ്ചകളെല്ലാം സീനില്ല എന്നുള്ള പോലെ. ഹെലേന സീംസ് ഓക്കെ, മേ ബി പുള്ളിക്കാരി വേറെ ഏതോ ഒരു ലോകത്താണ് മോസ്റ്റ് ഓഫ് ദ ടൈം. അത് കഴിഞ്ഞ് നമ്മൾ ഏഗോണിനെ കാണുമ്പോൾ ഏഗോൺ ദ കോൺകററിന്റെ ആർമറൊക്കെ ഇട്ടിട്ട് ഞാൻ സൺഫയർ കയറിയിട്ട് ക്രിസ്റ്റൻ കോളിന്റെ അപ്പുറം പോവാണ് എന്നുള്ള പോലെ പോവാൻ നിൽക്കുമ്പോൾ ലാരിസ് വന്ന് പറയും. ലാരിസ് കുറെ കുതന്ത്രം ഓതിയിട്ട് ഏഗോൺ പോവണ്ട, കാരണം ഏഗോൺ പോയ സീനാണെന്ന് എല്ലാവർക്കും അറിയാം, ലാരിസിന് പറയാം. അത് നൈസായിട്ട് ലാരിസ് ആ ഒരു പദ്ധതി ഒഴിവാക്കും. അപ്പോൾ ഏഗോണിന് ലാരിസിന്റെ അടുത്ത് അങ്ങോട്ട് സ്നേഹം വരും. വേഗം നിങ്ങളാണ് എൻ്റെ മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ്, എൻ്റെ അച്ഛന് മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് ഒന്നും വേണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വേണം, നിങ്ങളാണ് എൻ്റെ മാസ്റ്റർ ഓഫ് വിസ്പറേഴ്സ് എന്ന് പറയും. അപ്പോൾ ലാരിസ് ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന പണിയാണ്, ഇപ്പോൾ ടൈറ്റിൽ കിട്ടിയെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കും. ഏഗോണിനാണെങ്കിൽ ഇപ്പം സറൗണ്ടഡ് ബൈ കൊള്ളരുതാത്തവർ. അതുകൊണ്ട് തന്നെ ഏഗോണിന്റെ കിങ്സ് ഗാർഡിലുള്ളവർ ബ്രഹ്മചര്യം ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാരാണല്ലോ. അവര് ബ്രോത്തൽസിൽ പോകുന്നതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഏഗോൺ അവരെയും കൊണ്ടൊരു ബ്രോത്തലിലേക്ക് പോകുന്നതാണ്. ആ ബ്രോത്തലിൽ തന്നെ ഒരു ഡ്രാഗൺ സൈഡ് ഇരുന്ന് ആളുടെ എങ്ങനെയാണ് വംശപരമ്പരയെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഏഗോൺ വരുന്ന സമയത്ത് തന്നെയാണ് ആ ഡ്രാഗൺ സീഡ് പറയുന്നത് എനിക്കിഷ്ടം റെനേറയാണ്, അല്ലെങ്കിൽ ഞാൻ റെനേറയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴത്തേനാണ് ഏഗോൺ കയറി വരുന്നത്. അപ്പത്തേനും വേഗം ഓൾ ഹെയിൽ കിങ് ഏഗോൺ ഇവരൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവും അവിടെ എയ്മണ്ട് സിൽവിയുടെ കൂടെ അവർ കാണും. ഈ ഏഗോൺ എപ്പോഴും എയ്മണ്ടിനെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യും കേട്ടോ. എയ്മണ്ട് അവിടുന്ന് പോവും ആൻഡ് വി സീ എ ലോട്ട് ഓഫ് എയ്മണ്ട്. ഹാരൻ ഹോള് ആണ് പിന്നീട് കാണുന്നത്. ഹാരൻ ഹോൾ ഒരു ഹോണ്ടഡ് കാസിലാണ്, ഡ്രാഗൺ ഫയർ വെച്ച് ബേൺ ആയി പോയൊരു കാസിലാണെന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞു. ഹാരൻ ഹോളിൽ ഡേമൺ കിടന്നുറങ്ങാൻ നേരം ഡേമണിന് എനിക്ക് തോന്നുന്നു ലാരിസ് സ്ട്രോങ് മറ്റേ ഹാർവിൻ സ്ട്രോങ്ങിനെ അച്ഛനെയും കൊന്നപ്പോൾ ലയണൽ സ്ട്രോങ്ങിനെയും കൊന്നപ്പം ആ വാതിലിൽ അടിച്ച അതുപോലത്തെ ഡേമന്റെ വാതിൽ ആരോ തുറക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് കാണുന്നത് യങ് റെനേറേനെയാണ്. യങ് റെനേറ ബേബി ജെഹറിസിന്റെ കഴുത്ത് തിരിച്ച് തുന്നിക്കെട്ടുന്നതായിട്ടുള്ളൊരു വിഷ്വൽ കാണുന്നു. ആ ബേബി ജെഹറിസിന്റെ ശവശരീരം കാണുമ്പോൾ ഡേമണിനൊരു സങ്കടമുണ്ട്. മേ ബി ഹി ഡിഡ്ന്റ് ഓർഡർ ദ കിൽ, ഐ ഡോണ്ട് നോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതൊന്നൊക്കെ ആളൊന്ന് സ്നാപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ആള് കാണുന്നത് ആലിസ് റിവറിനെയാണ്. ആലിസ് റിവേഴ്സ് പറയും നിങ്ങൾ ഇവിടുന്ന് ചത്തുപോകും, ഇവിടുന്ന് പൊക്കോ എന്നുള്ള പോലെ ഒരു ഡയലോഗ്. അപ്പോൾ ഞാനല്ല നിങ്ങൾക്ക് സ്പോയിലേഴ്സ് തരുന്നത്, ആലിസ് റിവേഴ്സ് ആണ്. അങ്ങനെ അത് പറയുന്നു. ആ ഒരു സീൻ അവിടെ കഴിയുന്നു. അത് കഴിഞ്ഞിട്ട്
റെനേറ ആലിസന്റെ കത്ത് ഓപ്പൺ ചെയ്ത് മെസ്സേരിയയുടെ സഹായത്തോടെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് ഒളിച്ചു. ഇത് ബുക്സിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എപ്പോഴും ചില ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൊണ്ടാണ് ഈ വാർ ഉണ്ടായത്. അതിൽ വെസേരിയസ് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും ആലിസന്റെ കയ്യിലിരിപ്പ് വെച്ച് ഈ വാർ എന്തായാലും നടന്നേനെ എന്ന് കാണിക്കുന്ന കുറച്ച് സീനുകളാണ് ഇനി വരാൻ പോകുന്നത്. റെനേർ ഒരു സെപ്റ്റി ആയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങോട്ടേക്ക് പോയിട്ട് അപ്പം മെസാരിയനോട് ചോദിക്കും, ഞാൻ ഇങ്ങനെ പോയാ? മെസാരിയ പറയും, നിങ്ങളെന്ന് ആരും തിരിഞ്ഞു നോക്കില്ല. നിങ്ങളെ വെള്ളത്തലമുടിയോ കാണാൻ ചന്തോ ഒന്നും കണ്ടില്ലെങ്കിൽ നിങ്ങളാരും തിരിഞ്ഞു നോക്കാൻ പോകില്ല. അങ്ങനെ വളരെ ഈസിലി പുള്ളിക്കാരി ആ ഒരു കാൻഡിൽസ് വെച്ച സർക്കിളിൽ എത്തുകയാണ്. അവിടെ ആലിസന്റെ റെനേറയും പണ്ട് ഫസ്റ്റ് സീസണിൽ നമ്മൾ കണ്ട പോലെ ഒരു ടോക്കാണ്. ആലിസന്റെ പറയും, ഇല്ല, വെസേറിയസിന് ഏഗോൺ തന്നെയായിരുന്നു കിങ് ആവേണ്ടത്. ഞാൻ കേട്ടതാണ്, ഞാൻ ഭയങ്കര അപ്പോൾ റെനേറ പറയും, റെനേറയ്ക്ക് ആക്ച്വലി അത് കേൾക്കുമ്പോൾ സങ്കടമാണ് ആവുന്നത്. അത് റെനേറയുടെ മുഖത്തെ റിഗ്രറ്റിൽ നമുക്ക് കാണാൻ പറ്റും. റെനേറ ശരിക്കും എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ റെനേറ ചിലപ്പം ആക്ച്വലി വെസേറിയസ് അങ്ങനെ പറഞ്ഞു എന്ന് കൺവിൻസ് ചെയ്തിരുന്നെങ്കിൽ റെനേറ ഈ വോറേ വേണ്ടാന്ന് വെച്ചേനെ. അപ്പോൾ ആലിസന് പറയും, പറഞ്ഞു, ഞാൻ സത്യം പറയുന്നത്, ഞാൻ പലതും ചെയ്യുമായിരിക്കും, പക്ഷെ ഞാൻ സത്യം പറയുന്ന ഒരാളാണെന്നുള്ളത് നീ വിശ്വസിക്കണം. വെസേറിയസ് അങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ റെനേറ ചോദിക്കും, എൻ്റെ അച്ഛൻ്റെ എക്സാക്ട് വേർഡ്സ് എന്തായിരുന്നു? അപ്പോഴാണ് ആലിസന്റെ നമ്മുടെ ഏഗോൺ ദ കോൺകററിന്റെ പ്രോഫസി അങ്ങോട്ട് പറയാൻ പോണത്, ദ പ്രിൻസ് ദാറ്റ് വാസ് പ്രോമിസ്ഡ്. അത് വേറെ കഥയാണ്. അത് ഏഗോൺ ദ കോൺകറിനെ പറ്റിയുള്ളതാണ്. ഇതാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഏഗോൺ എന്ന് പേര് വെച്ചാലുള്ള പ്രശ്നം എന്ന്. ആലിസന്റെ ഈശ്വര ശരിക്കും. പക്ഷേ അപ്പോൾ അതായത് റെനേറയ്ക്ക് വെസേറിയസ് റെനേറയല്ല എയർ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആലിസന്റ് പറഞ്ഞപ്പോൾ ഉള്ള മുഖവും ആലിസന്റെ സ്വന്തം വിവരക്കേട് തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ള മുഖവും രണ്ടാണ്. ആലിസന്റെ അപ്പയ്ക്ക് കവറപ്പ് ചെയ്യാനാണ്. റെനേറയുടെ ഒരു ഓണസ്റ്റിയോ ഒന്നും ആലിസന്റെ കയ്യിലില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആലിസന്റെ ഇപ്പോൾ പവർലെസ് ആണ്. അവിടെ ആ കൗൺസിലിൽ ഇരിക്കുന്നേ ഉള്ളൂ. ആലിസന്റിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നതിന്റെ മേലെ സർ ക്രിസ്റ്റൻ മാർച്ച് തുടങ്ങി കഴിഞ്ഞു. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു ഈ പെണ്ണിന്റെ ഒരു മണ്ടത്തരം കാരണം. പക്ഷെ അൾട്ടിമേറ്റ്ലി ആലിസന്റെ ആ ഒരു റിയാക്ഷൻ നമുക്ക് മനസ്സിലാവുക, ഇവൻ ഇഫ് വെസേറിയസ് പറഞ്ഞിട്ടില്ലെങ്കിലും ആലിസന്റെ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തിയിട്ട് സ്വന്തം മോനെ പവറിലെത്തിക്കാൻ ശ്രമിച്ചേനെ, അതോ തനിക്ക് ആ പവർ കിട്ടാൻ വേണ്ടി ശ്രമിച്ചേനെ എന്നുള്ളതാണ്. അങ്ങനെ ആലിസന്റെ പറയുന്നു, ദർ ഹാസ് ബീൻ നോ മിസ്റ്റേക്ക്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ക്ലിക്ക് ദ ബെൽ ഐക്കൺ.